പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അനു മോഹൻ. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കുമ്പഴ എന്ന സ്ഥലത്ത് വരുന്നു. ഞാൻ ഒരു ഹിന്ദുവാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 10/2/2024 ഇവിടെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എനിക്ക് അമ്മ മാതാവും ഈശോയും ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അത് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. എനിക്കൊരു അലർജി ചുമയുണ്ടായിരുന്നു. 13 വർഷം കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന അലർജി ചുമയായിരുന്നു. ഞാൻ എല്ലാ ഹോസ്പിറ്റലിലും അമൃത വരെ പോയി. അവിടെ എല്ലാം ചികിത്സ നടത്തിയിട്ടും എനിക്കൊരു കുറവും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു ഈ 13 വർഷം കൊണ്ട്. ഞാനിവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എനിക്കിപ്പോൾ 1 വർഷം കൊണ്ട് ആ അലർജി ചുമ ഉണ്ടായിട്ടില്ല. ഞാൻ പരിപൂർണമായി സൗഖ്യപ്പെട്ടിരിക്കുന്നു. അതിന് ഈശോയോടും അമ്മ മാതാവിനോടും ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു. രണ്ടാമത്, എൻ്റെ അച്ഛൻ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതാണ്. എൻ്റെ അച്ഛൻ ദേവസ്വം ബോർഡിലെ ഒരു ജോലിക്കാരനായിരുന്നു. പെൻഷനായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഇവിടെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് കൊണ്ട് അച്ഛന് വല്ല ബുദ്ധിമുട്ടോ വല്ല പ്രയാസങ്ങളോ വരുമെന്ന്. പക്ഷേ ഞാൻ വന്ന് ഉടമ്പടി എടുത്ത കാര്യം പറഞ്ഞപ്പോൾ തന്നെ അച്ഛനും വന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഞാൻ എൻ്റെ അച്ഛനെയും കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു. ഇപ്പോൾ അച്ഛനും ഉടമ്പടി ജീവിതത്തിലാണ്. മൂന്നാമതായി, എൻ്റെ ഭർത്താവിനൊരു ജോലി ആവശ്യമായിരുന്നു. യൂറോപ്പിലേക്ക് പോകണമെന്നായിരുന്നു പുള്ളിയുടെ ആഗ്രഹം. അങ്ങനെ 2 വർഷം കൊണ്ട് ഞങ്ങൾ ആ പ്രോസസ്സിങ് തുടങ്ങിയിരുന്നു. പക്ഷേ എല്ലാം റിജക്ഷനായി വരുമായിരുന്നു, നടക്കുന്നതേ ഇല്ലായിരുന്നു. ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് മേടിച്ച് VSF പോയി ഉപ്പൊക്കെ ഇട്ട് അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഭർത്താവിനെ യൂറോപ്പിലേക്ക് ജോലിക്ക് പോകാനൊരു അവസരം, പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു. മെയ് 12 അദ്ദേഹം വിദേശത്തേക്ക് പോവുകയാണ്. പിന്നെ എനിക്കൊരു സ്ഥിര വരുമാനം വേണമെന്നായിരുന്നു ആഗ്രഹം. എനിക്കൊരു സ്ഥിര ജോലി അമ്മ മാതാവ് എനിക്ക് നേടിത്തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടെ വന്ന് ജപമാല റാലിയിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് മുട്ടിപ്പായി കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്കൊരു ജോലി ആവശ്യമാണ്, എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേന്ന്. എനിക്ക് തയ്യലറിയാം. ഞാൻ വിചാരിച്ച് തയ്യലുമായിട്ട് മുന്നോട്ട് പോകാമെന്നായിരുന്നു. ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു, ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് കരഞ്ഞു, അമ്മ മാതാവേ എനിക്കൊരു വഴി കാണിച്ചു തരണമേ എന്ന്. അതിൻ്റെ ഫലമായി അമ്മ മാതാവ് എനിക്ക് സ്വപ്നത്തിൽ കുറേ കുട്ടികൾ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് ഭക്ഷണം കൊണ്ടുപോകുന്നു. അവർക്ക് ഞാൻ വിളമ്പി കൊടുക്കുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. അന്നേരം ഞാൻ വിചാരിച്ചത് എന്താണ് അമ്മ മാതാവിൻ്റെ കൽപ്പന, എന്തായാലും അതെനിക്ക് നടത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പം പത്തനംതിട്ട ജില്ലയിലെ കാതോലിക്കറ്റ് കോളേജ് എന്ന് പറയുന്ന കോളേജിൽ നിന്ന് ലേഡീസ് ഹോസ്റ്റലിൻ്റെ മെസ്സ് നടത്താനുള്ളൊരു കരാറ് വന്നു. അന്നേരം ഞാൻ പറഞ്ഞു, അമ്മ മാതാവ് തന്ന ജോലിയാണെങ്കിൽ എനിക്ക് അമ്മ മാതാവ് ഇത് വാങ്ങിച്ച് തരണം. ഞാൻ വന്ന് ഉടമ്പടി 3ാമത് പുതുക്കിയത്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ മാതാവ് തന്ന ജോലിയാണെങ്കിൽ എനിക്ക് ഉടമ്പടി ക്ലാസ് കഴിഞ്ഞ് ഞാൻ വന്ന് പ്രദക്ഷിണം വെക്കുമ്പോൾ എനിക്ക് ലോട്ട് കിട്ടണമേ, അത് മാതാവ് തന്നെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞാൻ വന്ന് ക്ലാസ് കഴിഞ്ഞ് വന്ന് ലോട്ടെടുക്കാൻ എന്നോട് പറഞ്ഞു. ഞാൻ ലോട്ടെടുത്തു. എനിക്ക് അമ്മ മാതാവിൻ്റെ രൂപം കിട്ടി. ഞാൻ പ്രദക്ഷിണം അമ്മ മാതാവിനെ കൊണ്ടുവന്നു. അങ്ങനെ എൻ്റെ അമ്മ മാതാവ് ഓരോ നിമിഷവും ജീവിതത്തിൽ കൈപിടിച്ചുയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും എനിക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം കിട്ടുമെന്നോ ഒന്നും ഞാൻ കരുതിയില്ല. അമ്മ മാതാവ് എന്നെ ഓരോ നിമിഷവും ഓരോ ദിവസവും എന്നെ കൈപിടിച്ചുയർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന് അമ്മ മാതാവിന് ഈശോയ്ക്കും ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു. ഞങ്ങൾക്ക് പിന്നെ ഒരു ചിട്ടി KSF-യിൽ 2 ചിട്ടി ഉണ്ടായിരുന്നു. അത് അമ്മ മാതാവിൻ്റെ നേർച്ച വസ്തു ഉപ്പ് കൊണ്ടിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ആ ചിട്ടി അടിച്ചു. അങ്ങനെ ഞങ്ങളുടെ കടബാധ്യതകൾ ഒരുപാട് മാറ്റിത്തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയിലേക്ക് കൊടുക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയായിരിക്കട്ടെ. ഞാൻ 2 വർഷമായിട്ട് വിദേശത്ത് പോകാനുള്ള ഒരു പ്രോസസ്സിങ്ങിലായിരുന്നു. പക്ഷേ എനിക്കൊരു തരത്തിലും അത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. എപ്പോൾ കൊടുത്താലും അത് റിജക്ഷനാണ്. എൻ്റെ ജീവിത പങ്കാളി ഉടമ്പടി എടുത്ത് 1 മാസത്തിന് ശേഷം ഞാനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതിൻ്റെ ഫലമായി അത് പ്രോസസ്സിങ് അല്പാൽപ്പം നീങ്ങി തുടങ്ങി. അതിനുശേഷം 1-2 VSF വന്നു. എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ച് ഞാൻ അതിനുശേഷം ഇൻ്റർവ്യൂ പാസ്സായി. ഇപ്പോൾ എല്ലാം ഏകദേശം എല്ലാം ശരിയായി. ടിക്കറ്റ് ഓക്കെ ആയി. ഈ 12-ന് പോകാനുള്ള എല്ലാം എനിക്ക് ശരിയായിരിക്കുകയാണ്. ഞാൻ ലക്സംബർഗിനേക്കാണ് പോകുന്നത്. ലക്സംബർഗ് അമ്മ മാതാവിനും തിരുകുമാരനും ഞാൻ
നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. പൊതിച്ചോറ് ഗവൺമെൻറ് ആശുപത്രികളിൽ കൊണ്ടു കൊടുക്കും. പാവപ്പെട്ടവർ എൻ്റെ മുന്നിൽ വന്ന് കൈനീട്ടിയാൽ ഞാൻ അവർക്ക് എൻ്റെ വരുമാനത്തിനനുസരിച്ച് ഞാൻ അവർക്ക് ചെയ്യും. പിന്നെ അനാഥാലയത്തിലേക്ക് ഫുഡും മറ്റു വസ്തുക്കളും ഞാൻ എത്തിച്ചു കൊടുക്കും. എല്ലാത്തിനും എൻ്റെ അമ്മ മാതാവിനും ഈശോനും തിരുകുമാരനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഈ ജീവിതകാലം മുഴുവനും ഈ അമ്മ മാതാവിലും ഈശോയിലും ആശ്രയിച്ച് ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാനും എൻ്റെ കുടുംബവും. വിലാപങ്ങൾ 3:22-23 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. അനു മോഹൻ എന്ന ഈ സഹോദരിയും കുടുംബവും വലിയ സന്തോഷത്തോടെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി പ്രകാരം ലഭിച്ച അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നു. സഹോദരി ആദ്യം സൂചിപ്പിച്ചത് 13 വർഷമായിട്ടുള്ള അലർജിയുടെ അസുഖം. ഒത്തിരി ഡോക്ടർമാരെ കണ്ട് പല വിധത്തിൽ ചികിത്സ ചെയ്തിട്ട് യാതൊരു തരത്തിലും കുറയാതെയും പ്രയാസപ്പെട്ടും തുടർന്നിരുന്ന രോഗാവസ്ഥ, നല്ല ചുമ. അത് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് വെള്ളത്തിൽ ഉള്ളിൽ സേവിക്കുകയും ചെയ്തതിലൂടെ പൂർണ്ണമായി മാറി. കഴിഞ്ഞ 1.5 വർഷമായി ഒരിക്കൽ പോലും പിന്നീട് അലർജിയുടെ യാതൊരു അസ്വസ്ഥതയും സഹോദരി അനുഭവിക്കുന്നില്ല എന്നുള്ളതാണ്. എത്ര കാലപ്പഴക്കമുള്ളതാണെങ്കിലും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നിസ്സാരമായി നമുക്കേത് വിഷയവും ഇടപെടും, സൗഖ്യപ്പെടുത്തും, അത് പ്രശ്നം പരിഹരിച്ചു തരും എന്നതിൻ്റെ സാക്ഷ്യമായി മകളിത് സൂചിപ്പിക്കുന്നു. രണ്ടാമത്തത് സഹോദരൻ്റെ വിദേശ യാത്രയാണ്. ഒത്തിരി നാളായി മകനതിന് പരിശ്രമിക്കുന്നു. 5-6 തവണ റിജക്ഷൻ ലഭിച്ചൊരു വ്യക്തി കൂടിയാണ്. ഉടമ്പടി എടുത്ത് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിലൂടെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് യൂറോപ്യൻ രാജ്യത്തിലേക്ക് പോകുവാനുള്ള എല്ലാ നടപടിയും പൂർത്തീകരിച്ച് അത് വിസയും ടിക്കറ്റും കരസ്ഥമാക്കുവാൻ അമ്മ മാതാവ് സഹായിച്ചു. അതാണ് രണ്ടാമത് പ്രാധാന്യത്തോടെ പറയുന്നൊരു സാക്ഷ്യം. മൂന്നാമത്തത് സഹോദരിയുടെ ഒരു സ്വപ്നമാണ് നമ്മോട് പങ്കുവച്ചത്. ഒരു സ്ഥിര വരുമാനത്തിന് വേണ്ടി കാര്യം ഇങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്നു. തയ്യലാണ് അറിയാവുന്ന തൊഴിൽ. അപ്പോൾ അതൊന്ന് വിപുലീകരിക്കുവാനോ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് മനസ്സിൽ മാതാവിനോട് പറഞ്ഞ് പദ്ധതിയിടുന്നത്. ആ ദിവസങ്ങളിലാണ് മകൾ സ്വപ്നം കാണുന്നത്. അത് കുറേ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതായിട്ടുള്ളൊരു സ്വപ്നം. കാണുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഉടമ്പടിയുടെ പ്രത്യേകത, നമുക്കെപ്പോഴും സന്ദേശങ്ങൾ അമ്മ മാതാവ് കൈമാറിക്കൊണ്ടിരിക്കും. ആ സന്ദേശങ്ങളോട് നമ്മൾ എങ്ങനെയാണോ അത് സ്വീകരിക്കുന്നതും തിരസ്കരിക്കുന്നതും ഉൾക്കൊള്ളുന്നതും അതനുസരിച്ച് ജീവിതത്തിൻ്റെ പരിസരങ്ങളിലും ജീവിതത്തിൻ്റെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കും അത് കാരണമാവുകയും ചെയ്യും. മകൾ പറയുന്നുണ്ട്, ആ സ്വപ്നം കണ്ട് അതെന്തെന്ന് ആ ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലായില്ല. എന്നാൽ കുറച്ച് ദിവസം 1-2 ആഴ്ച കഴിയുമ്പോൾ ഒരു പരസ്യം കാണുന്നു. കാത്തോലിക്കേറ്റ് കോളേജിൽ പെൺകുട്ടികളുടെ മെസ്സ് നടത്തുവാൻ വേണ്ടിയുള്ള ഒരു ഇൻവിറ്റേഷൻ വന്നിരിക്കുന്നത് കാണുന്നു. അത് കോൺട്രാക്റ്റ് എടുത്ത് ചെയ്യുന്നതിനുള്ള അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.